അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് മെയിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ട്രിവാൻഡ്രത്ത് ഈ നെയ്യാറ്റിങ്കരയ്ക്ക് അടുത്ത് അരുമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമുക്കടുത്ത് ലുലുവിൽ പോകണം നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പർച്ചേസൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ എവിടെയാണ് അരുമാനൂരിൽ നിന്ന് ട്രിവാൻഡ്രത്ത് പോകാൻ നമുക്ക് ഇപ്പം എളുപ്പം ഈ നമ്മളെ പുതിയ ഹൈവേ വഴി പോകുന്നതാണ്, ബൈപ്പാസ് റോഡ്. അപ്പം അന്ന് ഞങ്ങളുടെ കന്യാകുമാരി വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-2 സ്ഥലത്ത് ഈ റോഡ് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന്. ഇപ്പം ആ സ്ഥലമെല്ലാം ഫുള്ളി ടാർ ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കളിയിക്കാവള മുതൽ ഇവിടെ കഴക്കൂട്ടം വരെ റോഡ് ത്രൂ ആണ്. നമുക്ക് ഇടയ്ക്കൊന്നും ഇറങ്ങി കയറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആ റോഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് കാഞ്ഞിരംകുളത്തിനടുത്തുള്ളൊരു ജംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയ കാഞ്ഞിരംകുളം, റൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാലരാമപുരം എത്താൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പോയി, എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് നമുക്ക് മാക്സിമം അരമണിക്കൂർ മതിയാവും ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നമുക്ക് ലുലുവിൽ എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം 12:05 കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ, അടിപൊളി റോഡാണ്. ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് ചുമ്മാ ഡ്രൈവ് ചെയ്യാം. ഇപ്പോൾ ഈ റോഡിൽ വലിയ ട്രാഫിക് ഒന്നും ആയിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ ട്രാഫിക് ആയിട്ടുണ്ട്. പോകുന്ന സൈഡിലോട്ട് ഇല്ലാന്നുണ്ടെങ്കിലും ഓപ്പോസിറ്റ് സൈഡിൽ നിറയെ വണ്ടികൾ വരുന്നുണ്ട്. ആക്ച്വലി ഇത് പണ്ട് ഇത് ഫുള്ള് വയലും അങ്ങനെ കിടന്ന സ്ഥലങ്ങളാണ്. ആ സ്ഥലമാണ് ഇവർ അക്വയർ ചെയ്തിട്ട് ഹൈവേ ഇതിലെ കൂടെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപാട് വീടുകളൊന്നും ഇതിനു വേണ്ടി പോയിട്ടില്ല. പിന്നെ ഈ കുന്നും വയലും ഒക്കെ ആയിട്ട് കിടന്ന സ്ഥലം ആയതുകൊണ്ട് ഒരുപാട് സ്ഥലത്ത് ഈ മല ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടിയും പിന്നെ വയലുകളെല്ലാം നികത്തി നല്ല ഹൈറ്റിന് മണ്ണിടേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. താഴെ നിൽക്കുന്ന തെങ്ങിന്റെ മേൽഭാഗത്തിന്റെ ഹൈറ്റിൽ കൂടെയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഇത്രയും കുഴിയാണ് റോഡിന്റെ 2 സൈഡിൽ, അത്രയും റോഡ് പൊക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ മുകളിൽ കാണുന്നത് പുളിങ്കുടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാനുള്ള ഒരു റോഡാണ്. മീൻസ് ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഉച്ചക്കട എന്ന് പറഞ്ഞ സ്ഥലം പോയി അവിടെ നിന്ന് ബാലരാമപുരം പോകാൻ പറ്റും. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ പുളിങ്കുടി എന്ന് പറഞ്ഞാൽ ഈ ചൊവ്വരയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. ചൊവ്വര ഒക്കെ പോകാൻ എളുപ്പം ഉള്ള റോഡാണിത്. ഈ മുകളിൽ കൂടെയാണ് അതിൻ്റെ റോഡ് പോകുന്നത്. അടുത്ത കട്ടിങ് എന്ന് പറയുന്നത് മീൻസ് അടുത്ത ഫ്ലൈ ഓവർ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുന്നത് മുക്കോല, അതായത് ബാലരാമപുരം വിഴിഞ്ഞ റോഡിലുള്ള മുക്കോല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടുത്ത റോഡ് വരുന്നത്. ഇവിടെ നിന്ന് കൊല്ലം 82 കിലോമീറ്റർ, തിരുവനന്തപുരം 23 കിലോമീറ്റർ, ഇവിടെ നിന്ന് കൊച്ചി 222 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഫുള്ളായിട്ടുള്ള റോഡ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം ഈ പോകുന്ന പോലെ പോകാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഡബിൾ ലൈൻ കൊണ്ട് അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഇതൊരു 6 ലൈനെങ്കിലും ആക്കണമായിരുന്നു. കാരണം ഇതിൻ്റെ എല്ലാം ഫുൾ പണി തീർന്നു വരുന്ന സമയത്ത് ഈ ഡബിൾ ലൈൻ കൺജസ്റ്റഡ് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ ഉള്ള ഫെസിലിറ്റി നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് പോവാം. കോവളം ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയാലാണ് നമുക്ക് കോവളം ബീച്ചിൽ എത്താൻ പറ്റുന്നത്. നമുക്ക് ട്രിവാൻഡ്രം സിറ്റിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആണ് പോകാനുള്ളത്. ആ സിഗ്നൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഒന്നും നോക്കാതെ സ്കൂട്ടറിൽ വരണണ്ട, വണ്ടി ഉണ്ടോ ഒന്നും നോക്കുന്നില്ല പുള്ളി. അപ്പോൾ നമ്മളിപ്പോൾ സമയം 12:15 നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ടാണ് പഴയ കിടന്ന് നമ്മൾ ഈ കോവളം വരെ എത്തിയത്. പണ്ടാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു അരമണിക്കൂറെങ്കിലും മിനിമം എടുക്കും. ഇത് തിരുവല്ലം ജംഗ്ഷനാണ്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം. ഇവിടെ ഈ മരണാനന്തര കർമ്മങ്ങൾക്കെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പോൾ നമുക്ക് വീണ്ടും സ്ട്രെയിറ്റ് ഫ്രണ്ടിലോട്ട് പോവാം. ഏകദേശം 35 മിനിറ്റ് കൊണ്ട് വെൺപാലവട്ടം എത്തി. ലുലു നമുക്ക് കാണാം. റോഡ് ഡെവലപ്പ് ആവുന്നതിന് മുന്നേ ആണെങ്കിൽ 1 മണിക്കൂറിന് മുകളിൽ 1-1.25 മണിക്കൂർ സമയം വരെ എടുക്കും. 1 മണിക്കൂർ എന്തായാലും എടുക്കും. അപ്പം നമ്മളെ ടൈമിങ് ഈ റോഡ് വന്നതുകൊണ്ട് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അരമണിക്കൂറിൽ നമുക്ക് പൂവാറ് ഭാഗത്ത് നിന്ന് ലുലുവിലെത്താൻ പറ്റും. അങ്ങനെ ലുലുവിലെ പർച്ചേസ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഇനി വീട്ടിലോട്ട് പോവുകയാണ്. പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വീട്ടിൽ പോയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഈ വേളി കായലിന് കുറുകെയുള്ള ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒരു യൂ ടേൺ എടുക്കാൻ പറ്റും നമുക്ക് ലുലുവിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ആ യൂ ടേൺ എടുത്ത്
നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഹൈവേ കയറാൻ പറ്റും. നമ്മുടെ പർച്ചേസ് ഇതൊക്കെയാണ്. കുറച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ട് നമ്മൾ ഓൺ ദ വേയിൽ യൂസിന് വേണ്ടി. പിന്നെ ഉള്ളത് ഒരു ഫേഷ്യൽ ടിഷ്യൂ മേടിച്ചു, വെറ്റ് വൈപ്സ്. അത് കഴിഞ്ഞ് നമ്മൾ മേടിച്ചത് മെയിനായിട്ടുള്ള സാധനം, നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം ഇതാണ്. ഇത് ഈ പി സേഫ് എന്ന് പറഞ്ഞ ഡിസ്പോസിബിൾ ടോയ്ലറ്റ് സീറ്റ് കവറാണ്. ഇപ്പോൾ നമുക്ക് ഈ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സീറ്റ് കവറിൻ്റെ മുകളിൽ നമുക്കിത് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വളരെ ഹൈജീനിക് ആയിട്ട് നമുക്കപ്പോൾ യൂസ് ചെയ്യാം. പിന്നെ വാങ്ങിച്ചത് ഈ ഒരു ബാക്ക് പാക്ക് ഇന്നലെ മേടിച്ചതാണ്. പിന്നെ ഈ റെഡി ടു ഈറ്റ് ഫുഡ് നമ്മൾ ടേസ്റ്റി നിബിൾസിൻ്റെ നമ്മൾ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇത് 2-3 പാക്കറ്റ് നമ്മൾ ഈ ടൊമാറ്റോ റൈസ് എല്ലാം മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ മേടിച്ചൊരു സാധനം ഈ ഇരിക്കുന്ന MIയുടെ 20,000 mAh ഒരു പവർ ബാങ്കാണ്. അപ്പോൾ ട്രാവലിംഗ് ടൈമിൽ നമ്മളത് ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമ്മൾ മേടിച്ച സാധനം ഇതാണ്, ഒരു കേസ് മിനറൽ വാട്ടർ മേടിച്ചിട്ടുണ്ട് പോണ വഴിക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ സഫാരി പണിയെല്ലാം കഴിഞ്ഞ് ഇന്നലെ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് സഫാരി വന്നത്. വീൽ ബിയറിംഗ് എല്ലാം മാറിയിട്ടുണ്ട്, അവിടുത്തെ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ വരുന്നത് ട്രിവാൻഡ്രം ടു ഗുരുവായൂർ ഞങ്ങളുടെ ജേണി ആയിരിക്കും. അപ്പം നമുക്ക് ആ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.